വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നൊരു NSS ആപ്ലിക്കേഷൻ ഇടാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷന്റെ ഒക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും മെയിൻ ആയിട്ടും സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളതായിരിക്കും സംശയം എന്നാണ്. പക്ഷെ പിന്നെ എനിക്ക് വന്ന മെസ്സേജുകളൊക്കെ കണ്ടപ്പോഴാണ് നിങ്ങൾക്കൊരു A to Z കാര്യങ്ങളിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇടാം, ചെയ്യാം. അപ്പൊ ആ ടൈമിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു പോവാം. അങ്ങനെ നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനു മുന്നേ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്തോട്ടെ. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കേട്ടോ പലരും പറയുന്നത് ഇപ്പൊ പുതിയൊരു ഗവൺമെന്റ് വന്നതിന് ശേഷം NHS ഒക്കെ റിക്രൂട്ട്മെന്റ് നിർത്തുകയാണ്, അങ്ങനെ കുറെ ഇൻഫർമേഷൻ ഒക്കെ കേട്ടു. പക്ഷെ ഇതൊന്നും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ എവിടെ ഇതുവരെ കണ്ടില്ല. ഞാൻ റെഫർ ചെയ്ത ഒന്നിലും അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ കണ്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു തോന്നിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ കൂടുതലായിട്ടും ഒരു പെർമനന്റ് പോസ്റ്റിന് പകരം ഒരു ഫിക്സഡ് ടൈം പോസ്റ്റുകൾ, ഒരു 6 മാസം അല്ലെങ്കിൽ 12 മാസം അങ്ങനെയുള്ള പോസ്റ്റുകൾ കൂടുതലായിട്ട് ഇപ്പൊ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ അതൊരു പെർമനന്റ് പോസ്റ്റ് ആയിട്ട് ഓഫർ ചെയ്തിരുന്ന സമയത്ത് ഇപ്പൊ കൂടുതലും ഓഫർ ചെയ്യുന്നത് ഫിക്സഡ് ടൈം ആണ്. അത് ഈ ഒരു പോളിസി മാറ്റത്തിന്റെ ഒക്കെ ഭാഗമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടൊരു മാറ്റം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള രീതിയിലൊന്നും എവിടെയും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നൊന്നുമില്ല. സോ അതിനൊക്കെ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ കണ്ടു, അത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോ ജസ്റ്റ് എല്ലാരും ചോദിച്ചിരുന്നു ഏത് സോഫ്റ്റ്വെയർ മീൻസ് ഏത് സൈറ്റാ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ടെന്ന്. ഞാൻ ട്രാക്കിൽ കൂടെ മാത്രമാണ് ആപ്ലിക്കേഷൻ ഇടാറ്. ആപ്ലിക്കേഷൻ ഇടാനുള്ള ട്രാക്കിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. ട്രാക്ക് ജോബ്സ് വഴിയാണ് ആപ്ലിക്കേഷൻ ഇടുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഇതിൽ നിന്നൊരു ജോബ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും എളുപ്പമുള്ള ഒരെണ്ണം നോക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഒരു റിസപ്ഷൻ ആൻഡ് ക്ലറിക്കൽ ഓഫീസർ ഉണ്ട്, ബർമിംഗ്ഹാം ട്രസ്റ്റിന്റെ അണ്ടറിലാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതൊരു പെർമനന്റ് പോസ്റ്റ് ആണ്, ബാൻഡ് 2 ആണ്, 30 hours per week, 22/7/2024 ആണ് കേട്ടോ ക്ലോസിംഗ് ഡേറ്റ്. ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളുക. അപ്പൊ അതിൽ പോയി അതിന്റെ അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതെന്റെ പേഴ്സണൽ പ്രൊഫൈൽ ആയതുകൊണ്ടാണ് ഞാൻ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്യാത്തത്. യെസ്, ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, ആർ യു കറന്റ്ലി ആൻ എംപ്ലോയി ഓഫ് സാൻവെൽ ആൻഡ് വെസ്റ്റ് ബർമിംഗ്ഹാം NHS ട്രസ്റ്റ്? അല്ല, ഞാൻ നോ കൊടുത്തു. ആർ യു കറന്റ്ലി ആൻ എംപ്ലോയി ഓഫ് എനി അതർ NHS ഓർഗനൈസേഷൻ? അതെ, ഞാനിപ്പോ ഒരു NHS ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു ആയതുകൊണ്ട് ഞാൻ അവിടെ എസ് കൊടുക്കുകയാണ്. പിന്നെ എന്നോട് ചോദിച്ചൊരു മെയിൻ സംശയം, നമ്മൾ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഏത് സെലക്ട് ചെയ്യണമെന്ന്. അപ്പൊ പലരുടെ ഒരു പ്രശ്നം, അത് ചില ട്രസ്റ്റുകളിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അവര് ഗ്രാജുവേറ്റ് വിസ എന്നൊരു ഓപ്ഷൻ പല ട്രസ്റ്റുകളും ഈ ഒരു ഏരിയയിൽ കൊടുക്കാറുണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ ഞാൻ നോക്കട്ടെ ഗ്രാജുവേറ്റ് വിസ എന്നൊരു ഓപ്ഷൻ ഉണ്ടോന്ന്. ഇവിടെ ഗ്രാജുവേറ്റ് വിസ എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഗ്രാജുവേറ്റ് വിസ സെലക്ട് ചെയ്യാം. അങ്ങനെ ഗ്രാജുവേറ്റ് വിസ എന്നൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം സ്റ്റുഡന്റ് വിസ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇഫ് യു വിഷ് ടു പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് യുവർ റൈറ്റ് ടു വർക്ക് സ്റ്റാറ്റസ് പ്ലീസ് ഡു സോ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് കൊടുക്കാം. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വിസയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അതായത് എന്നാണ് നിങ്ങളുടെ വിസ ഇപ്പോ സ്റ്റുഡൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്നാണ് നിങ്ങളുടെ വിസ എക്സ്പയർ ആവുന്നത്, അതിനുശേഷം ഇപ്പൊ കറന്റ് വിസ എന്നാണ് എക്സ്പയർ ആവുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാജുവേറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യും, അതൊരു 2 year വിസ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ എഴുതാം. ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കറന്റ് ഗ്രാജുവേറ്റ് വിസയിലാണെന്നും വിസ ഇന്ന ഡേറ്റിലാണ് എൻഡ് ആവുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് വെച്ചാല്, ഈ സ്റ്റുഡന്റ് വിസ എന്ന് കാണുമ്പോൾ തന്നെ നമ്മള് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്റെ ആദ്യ ടൈമിലൊക്കെ ആപ്ലിക്കേഷൻ റിജക്ട് ആവാനുള്ള കാരണം അന്വേഷിക്കുന്ന ടൈമിൽ അവർ പറയുമായിരുന്നു, നിങ്ങൾ വിസ സ്റ്റാറ്റസ് മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിസ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നില്ല എന്ന്. അതിന്റെ മെയിൻ ആയിട്ടൊരു കാര്യം, നമ്മളിവിടെ
ലോങ് ടൈമിലേക്ക് നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യാത്തത്, നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് സ്റ്റുഡന്റ് വിസ എന്ന് കാണുമ്പോൾ 1 ഇയറിൽ വിസ തീരും എന്നൊരു അനുമാനം വരും. അപ്പൊ നമ്മളൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ഷൻ പ്രോസസ്സിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്നാണ് വിസ എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്ന ഒരാള് ഹസ്ബൻഡിന് ചിലപ്പോൾ വിസ കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇന്ന ഡേറ്റിലാണ് എന്റെ വിസ, സ്റ്റുഡന്റ് വിസ എൻഡ് ആവുന്നത്, അതിനുശേഷം ഞാൻ ഡിപെൻഡന്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യും. അങ്ങനെ ക്ലിയർ ആയിട്ട് കാര്യം അവിടെ സ്പെസിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞു. ഓക്കെ, നമ്മളത് കണ്ടിന്യൂ ചെയ്തു. ദെൻ നമുക്കിവിടെ അറിയാം, നമുക്ക് ഇത് റീസെന്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ. റീസെന്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ റീസെന്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പോവാം, കാരണം പിന്നെ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ നമുക്ക്. സോ പിന്നെ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് 100% ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പേര്, അഡ്രസ്സ്. ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് സെലക്ട് ആയി കഴിയുവാണെങ്കിൽ അവര് ഒരു അഡ്രസ് പ്രൂഫ്, 1 or 2 അഡ്രസ് പ്രൂഫ് ചോദിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കാനുണ്ടാവണം. മെയിൻലി നമുക്ക് എന്തായാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ല്, ഇപ്പോ വാട്ടർ ബില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബില്ല് നമ്മുടെ പേരിലാണെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ID ചെക്കിന്റെ സമയത്ത് ഒരുപാട് ടെൻഷൻ ആവേണ്ടി വരില്ല. അപ്പൊ ആ അഡ്രസ്സ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലും അഡ്രസ് പ്രൂഫ് കൊടുക്കാൻ പറ്റുന്ന അഡ്രസ് ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതല്ല നിങ്ങളിപ്പോ ഇത് ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് നിങ്ങളുടെ പ്രീവിയസ് അഡ്രസ് ആണ് കൊടുത്തത്, അത് കഴിഞ്ഞപ്പോൾ അഡ്രസ് ചേഞ്ച് ചെയ്തു എന്നൊക്കെ വന്നാലും അങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മളവർ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കി വെക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർത്തേക്കുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഇതിന്റെ ഫർദർ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഇമെയിലിലാണ്. അതുകൊണ്ട് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കറക്റ്റ് ആണെന്ന് 100% ഉറപ്പ് വരുത്തുക. അത് കഴിയുമ്പോൾ ഇവിടെ പ്രിഫർഡ് എംപ്ലോയ്മെന്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഫുൾ ടൈം, പാർട്ട് ടൈം, ജോബ് ഷെയർ, സെക്കൻഡ്മെന്റ്, ഫ്ലെക്സി ടൈം, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ യൂഷ്വലി സെലക്ട് ചെയ്യാറ് പാർട്ട് ടൈമും ഫുൾ ടൈമും ഫ്ലെക്സി ടൈമും ആണ്. ഇപ്പൊ നമ്മളിപ്പോ പാർട്ട് ടൈമിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം സെലക്ട് ചെയ്യുക. അതല്ല ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫുൾ ടൈമും പാർട്ട് ടൈമും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടേക്കുക. ഇപ്പൊ നിങ്ങൾ അത് സെലക്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഒരു 30, ഇപ്പൊ ഈ ഒരു ജോബ് 30 hour per hour ആണ്, 30 hour per week ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് ടൈമും കൂടെ സെലക്ട് ചെയ്തിടുന്നതാണ് നമുക്ക് ആ ജോബ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലത്. പിന്നെ വന്നു കഴിയുമ്പോൾ ഓക്കെ, അത് സേവ് ചെയ്തു. റിലേഷൻഷിപ്പ്, ഇവിടെ അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു ടോപ്പ് ലെവലില്, അതായത് ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ചോദിക്കുന്നത്. ഇപ്പൊ ഡയറക്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എംപ്ലോയീസ് ഓഫ് ആൻ അപ്പോയിന്റ്മെന്റ് ഓർഗനൈസേഷൻ, ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് അറിയാം എന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അണ്ട് എന്താണോ അതിന്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ എന്നുള്ളത് ക്ലിയർ ആയിട്ടും അവിടെ മെൻഷൻ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തേക്കുക. ഞാനിവിടെ നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ക്രിമിനൽ ഒഫൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളത്. അത് നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ആൻസേഴ്സ് അവിടെ കൊടുക്കുക. അതിലൊന്നും സംശയം വരില്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഈ ഒരു കാര്യത്തില് എന്നോട് ചോദിച്ചിരുന്നു, +2 നമ്മുടെ നാട്ടിലെ +2 ആയിട്ട് തന്നെ കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇവിടത്തെ രീതിയിലേക്ക് കൊടുക്കണോ, അതോ നമ്മുടെ നാട്ടിലെ ചെയ്താൽ മതിയോ, മീൻസ് ഈക്വലൻസി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ ഇതുവരെയുള്ള എന്റെ ആപ്ലിക്കേഷനിലൊന്നും ഞാൻ എന്റെ 10th +2 കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനിവിടെ എന്റെ ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും മാത്രമാണ് ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ സാധാരണ കാണിക്കാറുള്ളൂ.
എനിക്ക് അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും അതിന്റെ മുകളിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വെറുതെ മീൻസ് 10th പ്ലസ് 2 ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മാസ്റ്റേഴ്സും ഡിഗ്രിയൊക്കെ എടുക്കുന്നത്. ആ ഒരു തോട്ടിലാണ് ഞാൻ വെറുതെ അത് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്ത് എന്റെ ഡിഗ്രിയും മാസ്റ്റേഴ്സും മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 10th പ്ലസ് 2 കൊടുക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ കൊടുത്താലും മതി, ആ രീതിയിൽ തന്നെ കൊടുത്താൽ മതി. പിന്നെ പക്ഷെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഈക്വലൻസി ഉണ്ട്, ഇവിടത്തെ ആയിട്ട് ഈക്വലൻസി ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഞാനിവിടെ ഇപ്പൊ എന്റെ മാസ്റ്റേഴ്സും ഡിഗ്രിയും മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിരുന്നു, ഓവർ ക്വാളിഫിക്കേഷൻ ആവുമോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ, ഓവർ ക്വാളിഫൈഡ് ആവുന്ന ഒരു പ്രശ്നം വരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എവിടെയും നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂവും എനിക്ക് ഇതുവരെ നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തു, ഇതുവരെ ആയിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ഞാൻ അറിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് നമ്മുടെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിലവന്റ് ട്രെയിനിങ് കോഴ്സസ്, ആ ഒരു ഏരിയയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിപ്പോ നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സേഫ്റ്റിയുടെ ട്രെയിനിങ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ, നമുക്കതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാം. കാരണം അറ്റൻഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം നമുക്കിവിടെ കൊടുക്കാം. അത് പിന്നെ നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഇപ്പൊ സേഫ്റ്റി ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ അവിടെ അത്രമാത്രം യൂസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാൻ സാധാരണ എനിക്ക് ഇതുവരെ ഇപ്പം ഞാൻ ഇതിനു മുന്നേ, ഇതിപ്പോ എന്റെ സെക്കൻഡ് NSS ജോബാണ്. അപ്പൊ അതിന് മുന്നേ ഞാൻ ബർമിംഗ്ഹാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് മാൻഡേറ്ററി ട്രെയിനിങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിനിങ്ങുകളെല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്കൊരു ഡിപ്ലോമയുണ്ട്. ആ ഡിപ്ലോമ ഞാനിവിടെ ഈ ഒരു ഏരിയയിലാണ് കാണിച്ചിരിക്കുന്നത്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആ ഒരു ഏരിയയിലാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു അക്കൗണ്ടിങ് കോഴ്സിലൊരു ഡിപ്ലോമയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഇപ്പൊ ടാലിയുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ നമ്മൾ നാട്ടിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. റിലവന്റ് ട്രെയിനിങ് കോഴ്സസ് അറ്റൻഡ് എന്നുള്ള പോർഷനിൽ ഇപ്പൊ ഞാൻ അതെല്ലാം കൊടുത്തു. ദെൻ നമ്മൾ പോകുന്നത് മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡീസ്. ഇത് ശരിക്കും ഒരു പ്രോപ്പർലി ക്ലിനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്നവർക്കാണ് ഇത് മെയിൻ ആയിട്ടും വരാറുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബോഡിയിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉള്ളതെന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. എനിക്ക് സാധാരണ ഞാനൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് നോൺ ക്ലിനിക്കൽ ജോബുകളാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സാധാരണ അവിടെ നോട്ട് റെക്കോർഡ് കൊടുക്കേണ്ടതാണ് വരാറുള്ളൂ. അങ്ങനെ നിങ്ങൾ ക്ലിനിക്കൽ ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ NHS സർവീസ്. നിങ്ങൾ എന്നാണ് നിങ്ങളുടെ NHS സർവീസ്, ഇപ്പൊ നിങ്ങളിപ്പോ NSSൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ഇപ്പൊ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്ന പോർഷനാണ്. അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഏരിയ ആണ് എംപ്ലോയർ ആൻഡ് ആക്ടിവിറ്റി ഹിസ്റ്ററി. ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഫുൾ എക്സ്പീരിയൻസ്, ഫസ്റ്റ് നമ്മൾ എംപ്ലോയറുടെ നെയിം, എംപ്ലോയറുടെ അഡ്രസ്സ്, നമ്മുടെ അവിടുത്തെ പോസ്റ്റ് എന്തായിരുന്നു, എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്ന് നമ്മൾ എൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു റീസൺ ഫോർ ലീവിംഗ് എന്നൊരു ബോക്സും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ആ ഒരു ഏരിയയും കൂടെ കറക്റ്റ് ആയിട്ടൊന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ജോബ് വിട്ട് അടുത്ത ജോബിലേക്ക് പോയത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പല ഇന്റർവ്യൂസിൽ ഇങ്ങനെ ചോദിച്ചത് കേട്ടിട്ടുണ്ട്. മീൻസ് ഇപ്പം എന്റെ ഹസ്ബൻഡിന് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 3-4 കമ്പനി മാറിയിട്ടുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ അവര് നമ്മളത് ഫില്ല് ചെയ്യാതെ പോയ സമയങ്ങളിൽ അവർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ മാറിയത്, എന്ത് കാരണം കൊണ്ടാണ് ഈ ജോബ് ഷിഫ്റ്റ് ചെയ്തത്, പഴയ ജോലിക്ക് എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഇന്റർവ്യൂ ടൈമിൽ നമുക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷന്റെ സമയത്ത് നിങ്ങൾ മാക്സിമം എല്ലാ ജോബും നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തത്, നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടീസ് എല്ലാം തന്നെ അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നിങ്ങളിപ്പോ പർട്ടിക്കുലർലി അപ്ലൈ ചെയ്യുന്ന ഒരു ജോബ് ഉണ്ടായിരിക്കുമല്ലോ, ആ ജോബിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ജോബുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ജോബിൽ ചെയ്തിട്ടുണ്ടാവും. ആ ഡ്യൂട്ടീസ് എല്ലാം നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും.
മാക്സിമം നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടീസ് എല്ലാം അവിടെ മെൻഷൻ ചെയ്ത് പോകാനായിട്ട് നോക്കുക. നമുക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആകെ 1500 വേർഡിൽ നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളിക്കണം. അപ്പം ഈ ഒരു ഏരിയയിൽ അങ്ങനെ 500 വേർഡ്സിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ മാക്സിമം നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എല്ലാം, പ്രീവിയസ് ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഇവിടെ എഴുതുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ എന്നോട് ചോദിച്ചു, ഇപ്പൊ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്ക് എക്സ്പീരിയൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യാവോ എന്ന്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യാം, അത് കൗണ്ട് ചെയ്യും. എന്റെ 2 മന്ത് എക്സ്പീരിയൻസും 3 മന്ത് ഒരു 6 മന്ത് താഴെയുള്ള എക്സ്പീരിയൻസുകളെല്ലാം എന്റെ ഇന്റർവ്യൂ ടൈമിൽ അവർ കൗണ്ട് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. ഞാനൊരു കമന്റ് കണ്ടിരുന്നു അങ്ങനെ. ഇപ്പൊ മെയിൻ ആയിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ നിൽക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു 2 മന്തോ 3 മന്തോ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന്. പക്ഷെ അത് ഞാൻ പറഞ്ഞതിന്റെ കാരണം ശരിയാണ്, വലിയ ടോപ്പ് കമ്പനീസ് എല്ലാം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഒരു പഠിത്തം കഴിഞ്ഞ് ഒരു ഫ്രഷർ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ പല ജോബിനും ഡിസൈറബിൾ ക്രൈറ്റീരിയ ആയിട്ട് 6 മന്ത് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 2-3 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്രൈറ്റീരിയ അല്ലേ, നിങ്ങൾക്കത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ ജോബ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നതിന് പകരം എക്സ്പീരിയൻസ് മാക്സിമം ഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരു കോഴ്സ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും കിട്ടും. ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അറിയാം, നമുക്ക് ഓൺലൈൻ ട്രെയിനിങ്ങുകളും ഓൺലൈൻ കോഴ്സുകളും ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എപ്പോഴും നമുക്ക് മാക്സിമം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അത് നിങ്ങൾ യൂസ് ചെയ്യണം. അതിപ്പോ ഒരു സാലറീഡ് ജോബാണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. വോളണ്ടറി എക്സ്പീരിയൻസുകൾ ഇവിടെ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ റെഫറൻസ് പോകുന്നത്. ഈ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കൊടുക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, അവർക്കായിരിക്കും നമ്മുടെ റെഫറൻസുകൾ പോവുക. എംപ്ലോയേഴ്സിനായിരിക്കും നമ്മുടെ റെഫറൻസുകൾ പോവുക. അതുകൊണ്ട് നമുക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വോളണ്ടറി എക്സ്പീരിയൻസിനൊന്നും ചിലപ്പോൾ നമുക്ക് റെഫറൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഒരു പ്രോപ്പർ റെഫറൻസ് കൊടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ബെറ്റർ, യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉള്ളതൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് അതിന്റെ പുറകെ അതിന്റെ പ്രശ്നങ്ങളുമായിട്ട് പിന്നെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പാടല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. നമ്മൾ ഈ ഒരു എംപ്ലോയീസ് ഹിസ്റ്ററിയിൽ കൊടുക്കുന്ന ആൾക്കാർക്കായിരിക്കും റെഫറൻസ് പോവുക. അതെല്ലാം കഴിഞ്ഞാല് പിന്നെ വരുന്നത് ഗ്യാപ്പ് ഇൻ എംപ്ലോയ്മെന്റ്. നിങ്ങൾക്കൊരു 1 മന്ത് ഗ്യാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 6 മന്ത് ഗ്യാപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയറിൽ വന്ന എത്ര വർഷത്തെ ഗ്യാപ്പ് ആണെങ്കിലും നിങ്ങൾ അതിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം. അത് പല റീസൺ കൊണ്ടാവാം. ചിലപ്പോൾ നമ്മള് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ ഒരു ഡെലിവറി ടൈമിലൊക്കെ വന്ന ഗ്യാപ്പ് ആയിരിക്കും. അത് എന്താണെങ്കിലും നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. ഇപ്പൊ ഒരു കരിയർ ഗ്യാപ്പ് വന്നെന്ന് വിചാരിച്ചുകൊണ്ട് അത് അത്ര വലിയൊരു പ്രശ്നമാണ് ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂസിലൊന്നും അത് പ്രശ്നമായിരുന്നില്ല. എനിക്കൊരു ഇപ്പൊ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം ഞാൻ വെറുതെ ഇരുന്നായിരുന്നു. അപ്പൊ ആ ടൈം ഞാൻ ഇവിടെ എന്റെ ജോബ് സെർച്ചിങ് പീരീഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അതിന്റെ മുകളിൽ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന ആൾക്കാരെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു അത് ചിലപ്പം ഒരു ട്രസ്റ്റിന്റെ പോളിസീസിന്റെ ബേസിസിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു 1 മന്ത് ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 2 മന്ത് ഗ്യാപ്പ് വന്നതെന്ന് പലരോടും ചോദിച്ച കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാനായിട്ടോ വിട്ടുപോകരുത്. ക്ലിയർ ആയിട്ട് അതെല്ലാം മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റാർ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. ഞാൻ ഇനി അതിനെക്കുറിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത് നിങ്ങളൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും.
ഇനി ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. കേൾക്കുന്നത് നിങ്ങൾക്കും ബോറടിക്കും, പറയുന്നത് എനിക്കും ബോറടിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫർദർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഓരോ ട്രസ്റ്റിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡിഫറെന്റ് ആയിട്ടിരിക്കും. ആ ഫർദർ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാം. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ESR നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ESR ആക്സസ് ചെയ്യുന്നതിന് സമ്മതമാണോ എന്നുള്ളതാണ്. അപ്പൊ അതും കഴിഞ്ഞു. ഇനി റെഫറൻസ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം കണ്ടിട്ടില്ലാത്തവര്. ഇനിയത്തെ ഏരിയയിലൊന്നും അത്ര ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല, കാരണം ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് ഓക്കെ, അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അഡ്വർടൈസ്മെന്റ് കിട്ടിയെന്നുള്ളത് ഞാൻ യൂഷ്വലി കൊടുക്കാറ് ജോബ് സെന്റർ വെബ്സൈറ്റ് ആണ്, അത് കൊടുത്തു. ഇനി ഡിക്ലറേഷൻ എഗ്രി ചെയ്ത് നിങ്ങൾക്കിത് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വന്ന കുറെ ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും എന്നുള്ളത്. ഓരോ ജോബിനും ഓരോ ക്ലോസിംഗ് ഡേറ്റ് നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ആ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് ഒരു വിത്തിൻ 1 വീക്ക്, മാക്സിമം ഒരു 2 വീക്ക് അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. നിങ്ങളുടെ ജങ്ക് ബോക്സ് മെയിലും കൂടെ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. എനിക്കൊരു ഇന്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നത് എന്റെ ജങ്ക് ബോക്സ് മെയിൽ ബോക്സിനകത്തായിരുന്നു. ട്രാക്കിൽ എന്തോ എറർ കാരണം സാധാരണ വരുന്ന പോലെ അല്ല മെയിൽ വന്നത്. അപ്പം എനിക്കത് മിസ്സായിപ്പോയി. സോ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോക്കിയേക്കുക. നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്നും ഒന്ന് മെയിലൊക്കെ ചെക്ക് ചെയ്ത് വന്ന് ഇത് ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം യൂഷ്വലി ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റിന് ശേഷം 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ നമുക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്. നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഡേറ്റിന് ഒരു 7 ദിവസം മുന്നേ എങ്കിലും നമ്മളെ അറിയിക്കാറുണ്ട്. സോ നമുക്കൊരു 7 ദിവസമെങ്കിലും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞതില് എന്നോട് ചോദിച്ച ഒരു ക്ലാരിഫിക്കേഷൻ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് NSSൽ റിജക്ഷൻ കിട്ടുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ 2 ആപ്ലിക്കേഷൻ ഇടുമായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻ ഇടുന്നത് NSSൽ വർക്കാവില്ല, NSSൽ അത് നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ എനിക്ക് പലരും മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ അന്വേഷിച്ച ട്രസ്റ്റുകളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർ നമ്മളെ കൂടുതൽ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ഇടാൻ. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത്, നിങ്ങൾ എസെൻഷ്യൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെയാണ് ചുമ്മാ ആപ്ലിക്കേഷൻ ഇടുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ എസെൻഷ്യൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ ജോബിന് പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോബിന് ആപ്ലിക്കേഷൻ ഇടാം. നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവുന്നതിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ ആ ജോബിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവർ ആ ജോബിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിജക്റ്റ് ആയി പോകും. ഇപ്പം ഒരു ആപ്ലിക്കേഷനിൽ ഒരു 100 പേര് അപ്ലൈ ചെയ്തു, ആ 100 പേര് കിട്ടുന്നതിൽ ആദ്യത്തെ 9 പേരെ ആയിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിക്കുക. ആ 9 പേരിൽ നമ്മൾ വരാത്തത് നമ്മുടെ തെറ്റല്ലല്ലോ. നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആ ഇന്റർവ്യൂവിന് ഉണ്ടായി പോയത് നമ്മുടെ തെറ്റല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് മാച്ച് ചെയ്യുന്ന ജോബുകൾ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ ചെയ്യുന്നതിൽ വേറെ ടെൻഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എസെൻഷ്യൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ നിങ്ങൾ വെറുതെ ആപ്ലിക്കേഷൻ ഇട്ടാൽ ചിലപ്പോൾ ഇങ്ങനെയൊന്ന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ അന്വേഷിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഇനി ഓരോ ട്രസ്റ്റിന്റെ പോളിസി അനുസരിച്ച് ഇതിലൊരു ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ച ട്രസ്റ്റുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയെ കുറിച്ച് പറയാനുള്ളത്. ഏകദേശം എല്ലാ സംശയങ്ങളും ഞാൻ കവർ ചെയ്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾക്കൊരു ചെറിയ ട്രെയിനിങ് ആണ് ഉള്ളതെങ്കിൽ കൂടിയും അതും ഈ ആപ്ലിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മെൻഷൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ജോബ് സെലക്ട് ആയി ഇപ്പൊ NSSലൊക്കെ ഒരു ജോബ് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ് എല്ലാം എടുത്തു തരാൻ ട്രസ്റ്റ് എപ്പോഴും വില്ലിംഗ് ആണ്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായേക്കുന്ന അതാണ്. ആ ജോബ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫർദർ എന്ത് ട്രെയിനിങ് ആവശ്യമുണ്ടോ അതെല്ലാം ട്രസ്റ്റ് തന്നെ പേയ്മെന്റ് ചെയ്ത് നമുക്ക് എടുത്തു തരാറുണ്ട്. സോ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നോട് ചോദിച്ചിരുന്നു
പാർട്ട് ടൈം ജോബ് NSSൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡന്റിന് 20 അവർ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 20 അവറിന് മുകളിലുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും അത് നമ്മുടെ ഒരു കോമൺ സെൻസിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാലോ 20 അവർ ആണ് സ്റ്റുഡന്റിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 20 അവറിന് മുകളിലുള്ള ഒരു പാർട്ട് ടൈം ജോബ് നമ്മൾ അപ്ലൈ ചെയ്താലും നമ്മളെ അതിനകത്ത് അവർ സെലക്ട് ചെയ്യത്തില്ല. സോ അത് നോക്കി അപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും പറഞ്ഞു പോകാനുള്ളത്. ഒരുവിധം എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.